ഇന്ന് നമുക്ക് ഐശ്വര്യമായിട്ട് വിളക്ക് കൊളുത്തി തന്നെ അങ്ങ് തുടങ്ങാം കേട്ടോ. ഇന്ന് നമുക്ക് അത്തം ഒന്നല്ലേ, ഇനി 10 ദിവസം അത്തം ഇടണം. അതാണ് നമുക്ക് രാവിലത്തെ മെയിൻ പരിപാടിയായിരിക്കും. നമുക്ക് ആദ്യം തന്നെ ചാണകം മുഴുവൻ കേട്ടോ. ഇവിടെ ചാണകം കിട്ടാൻ വലിയ പ്രയാസമായിരുന്നു, എങ്ങനെയൊക്കെയോ ഒപ്പിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ അത് തന്നെ നടുക്ക് ഗണപതിക്ക് പകരം ഞാൻ റോസാപ്പൂവാണ് കേട്ടോ വെച്ചത്. റോസാപ്പൂവ്, ചെമ്പരത്തി, തെറ്റിപ്പൂ, ഇത്രയും പൂവേ എനിക്കിന്ന് കിട്ടിയുള്ളൂ. ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഇന്നത്തെ അത്തപ്പൂ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. മക്കൾ രണ്ടുപേരും മുകളിൽ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. രണ്ടുപേർക്കും ഇങ്ങോട്ട് ഇറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ ചാണകം ഒഴുകിയതുകൊണ്ട് രണ്ടുപേരും അതിലോട്ട് വരാതെ കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇതാണ് എൻ്റെ കൊച്ചത്തപ്പൂ കേട്ടോ. നമുക്കിനി തിരുവോണത്തിന് വലിയ അത്തപ്പൂവൊക്കെ ഇടാം. പിന്നെ നമുക്ക് അത്തപ്പൂ ഇട്ടിട്ടിരുന്നാൽ പോരല്ലോ, നമുക്കിനി വല്ലതും ഞമ്മുള്ള കാര്യങ്ങളായിരുന്നല്ലോ. പിന്നെ ഉടനെ തന്നെ ചായ ഇടാൻ വേണ്ടി കയറിയായിരുന്നു കേട്ടോ. ചായയും ഒരിടത്ത് ഇഡ്ഡലിയും കൂടെ വെച്ചായിരുന്നു. ചായ പിന്നെ തിളച്ച ഉടനെ തന്നെ എൻ്റെ അത്തപ്പൂ കണ്ട് തന്നെ എനിക്കിന്ന് ചായ കുടിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഉടനെ തന്നെ ചായ കുടിക്കാൻ വന്നായിരുന്നു കേട്ടോ. ചായ കുടിച്ചിരുന്ന് ഞാൻ ആസ്വദിച്ച് എൻ്റെ അത്തപ്പൂ നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ എന്ന് ചേട്ടനോട് ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. ചേട്ടൻ പറഞ്ഞു, അയ്യോ നീ ഇന്ന് അത്തപ്പൂ ഇട്ടിട്ട് ഇന്ന് ഫുൾ ഇതിൻ്റെ മൂട്ടിൽ തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഉടനെ തന്നെ പിള്ളേരെയൊക്കെ സ്കൂളിലാക്കിച്ചിട്ട് ഞാനും കാപ്പിയൊക്കെ കുടിച്ചു കേട്ടോ. നിങ്ങൾക്ക് ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം?